ശ്രീ തിരുവഞ്ചൂർ, ഈ നവകേരള സെസ്സിലെ സാമ്പത്തിക ക്രമക്കേടിൽ കേന്ദ്രം വിശദീകരണം തേടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നവകേരള സദസ്സ് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ്. നവകേരള സദസ്സ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയും രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുന്നതിന് വേണ്ടിയും പർപ്പസ്ഫുള്ളായി വിനിയോഗിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തനം, പാർട്ടിയുടെ ഒരു നടപടി അത് സർക്കാരിന്റെ ചെലവിൽ നടപ്പാക്കി എന്നുള്ളതാണ്. ഒരു കാരണവശാലും സർക്കാരിന്റെ സെക്രട്ടറിയിൽ നിന്ന് ഇത് മുടക്കരുതാത്തതാണ്. അതിനുവേണ്ടി ചെയ്തത് പുറത്തുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിന് രസീതില്ല, അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, ഉദ്യോഗസ്ഥരെ കൊണ്ട് പിരിപ്പിക്കുകയാണ്. ഞാൻ പറയാം, അന്വേഷണം നടത്തുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് നടത്തിയ പിരിവിനെ കുറിച്ചും അന്വേഷണം നടത്തണം. സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ്, ഓൾ ഇന്ത്യ സർവീസിലുള്ള ആളുകളെ അവരെ കൊണ്ട് തന്നെ ഈ പിരിവ് നടത്തിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കുറ്റകൃത്യം. അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അത് കേന്ദ്ര ഗവൺമെന്റ് അറിയണം. കാരണം ഓൾ ഇന്ത്യ സർവീസ് ആയതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. അവരാണ് ഈ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവരാണ് ഈ കാര്യങ്ങൾ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥന്മാർ അവർ നടത്തിയിട്ടുള്ള പിരിവ് അതും ഈ കൂടെ തന്നെ കൂടേണ്ടതാണ്. അപ്പൊ സെക്രട്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ചെലവ്, രണ്ട് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുള്ള പിരിവ്, അത് നടത്തിയിട്ടുള്ള അതിനൊരു കണക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം, ഇതൊക്കെയാണ്. എനിക്ക് നിയമസഭയിൽ തന്ന ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിനകത്ത് ഞങ്ങൾ വിവരാവകാശം അനുസരിച്ച് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയുള്ള ഒരു കണക്കില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. അതിനൊരു സ്വതന്ത്ര ഏജൻസിയാണ് പിരിവ് നടത്തിയത് എന്ന് പറഞ്ഞ് വിവരാവകാശത്തിന് തന്ന ഒരു ഉത്തരം എന്റെ കയ്യിലുണ്ട്. അപ്പൊ എത്രയോ ഇവിടെ വഴിവിട്ട പണിയാണ് നടത്തിയത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവില്ലേ? അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ശക്തമായ രൂപത്തിൽ അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. സമ്പത്തില്ലാതെയും പണമില്ലാതെയും ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഈ സമയത്ത് ഇതുപോലുള്ള ഒരു നടപടി എടുത്തതിനെതിരായി ശക്തമായ രൂപത്തിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ശ്രീ തിരുവഞ്ചൂർ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ആരംഭിച്ച ജനസമ്പർക്ക പരിപാടിയുടെ ഒരു പരിഷ്കരിച്ച രൂപം എന്നുള്ള നിലയിലാണല്ലോ ഈ നവകേരള സദസ്സ് അന്ന് പിണറായി സർക്കാർ അവതരിപ്പിച്ചത്. ഈ ഓരോ മണ്ഡലത്തിലും പോയി അവിടുത്തെ പൗരപ്രമുഖരോടുകൂടി പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ളവ കൂടി നടത്തുകയുണ്ടായി. അതൊക്കെ പോട്ടെ, ഈ സാധാരണ ജനങ്ങളെ നേരിൽ കണ്ടിരുന്നു, അവരുടെ പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ എത്രത്തോളം പ്രശ്നപരിഹാരം അവിടെ കണ്ടെത്തി എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു? ഗവൺമെന്റ് പറയുന്ന 6 ലക്ഷത്തിലധികം അപേക്ഷകൾ കിട്ടിയെന്നാണ്. അതിൽ പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര എന്നുള്ളതിനെ കുറിച്ച് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. കാരണം വളരെ 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 തുച്ഛാണ്. കിട്ടിയ അപേക്ഷ തന്നെ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്ന് മറ്റൊരിടത്ത് കൊടുക്കുന്നത് പോലെ ഇത് തിരിച്ചയക്കുകയാണ്. നേരത്തെ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ കൊടുത്തിട്ട് പരിഹാരം കിട്ടാത്തതിനാണ് നവകേരള സദസ്സിൽ കൊണ്ട് അപേക്ഷ കൊടുത്തത്. എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇതേ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോകാൻ, ഈ റിജക്ട് ചെയ്ത വില്ലേജ് ഓഫീസിലോട്ട് പോകാൻ. അപ്പൊ എന്ത് പരിഹാരം ഇത്? ആളുകളെ വട്ടം കറക്കുന്ന നടപടിയല്ലാതെ മറ്റെന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു നടപടിയുമില്ലാതെ സർക്കാരിന്റെ പണം ധൂർത്തടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്.